ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. പറക്കോട്ടുകാവ് താലപ്പൊലിക്കെത്തുന്ന ഭക്തർക്ക് ശുദ്ധജലം ഉറപ്പാക്കാൻ പാമ്പാടി പമ്പ് ഹൗസ് അധികൃതർ ശുചീകരിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടപടി പൂർത്തിയാക്കിയത്. പ്രസിദ്ധമായ പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനായി പാമ്പാടി പമ്പ് ഹൌസിലെ ജലസംഭരണി തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. കഴിഞ്ഞ കുറച്ചു കാലമായി സംഭരണിയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്താണ് ജലവിതരണം സുഗമമാക്കിയത്. താലപ്പൊലിക്ക് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ അതിവേഗത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ജലശുദ്ധീകരണം നടത്തുന്ന ബെഡിലെ അറ്റകുറ്റപ്പണികളും ഇതോടൊപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. മഴക്കാലത്തിന് മുന്നോടിയായുള്ള പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്തതായും കുടിവെള്ള വിതരണം സമയബന്ധിതമായി ഉറപ്പാക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അറിയിച്ചു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടി പമ്പോസിൽ പമ്പിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ക്ലീനിങ് നടത്തുന്നത്. കാരണം ഇവിടെ ചെളി വന്നടിഞ്ഞ് ഒരുപാട് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ അതെല്ലാം വേണ്ട പോലെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് പമ്പിങ് സുഗമമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അത് വളരെ വിജയകരമായിട്ടൊന്ന് പൂർത്തിയായിട്ടുണ്ട്. വരുന്ന താലപ്പൊലിയോടനുബന്ധിച്ച് എല്ലാവർക്കും ശുദ്ധജലം ലഭിക്കുക എന്നുള്ളതും കുടിവെള്ളത്തിന് ആർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതും പഞ്ചായത്ത് ഭരണസമിതിയുടെ കർത്തവ്യമായി എടുത്തുകൊണ്ടാണ് ഇത്തരം ക്ലീൻ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വരാൻ പോകുന്ന മഴക്കാലത്തിന് മുന്നോടിയായി സാംക്രമിക രോഗങ്ങൾ തടയുക എന്നുള്ള ഒരു പദ്ധതിയും കൂടെ ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെളി വന്ന് മുട്ടി ഏകദേശം മുട്ടിന് താഴെ മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ചെടിയെല്ലാം നീക്കം ചെയ്തപ്പോൾ ഏകദേശം ഒരാൾക്ക് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനി പമ്പിങ് സുഗമമായി നടത്താൻ കഴിയും. ജനങ്ങൾക്കുള്ള കുടിവെള്ള ദൗർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് ഭരണസമിതി ഉറച്ചു വെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബേബി രചിത, പത്മിനി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CCV ന്യൂസ്, തിരുവല്ലോമല.